സമീപകാലത്ത് ഏറെ വിവാദമായ കേസുകളിലൊന്നായിരുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതി. നിർധന കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ് പാതിവഴിയിൽ മുടങ്ങിയത്. തെരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ രീതിയിൽ ചർച്ചയായ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് തൃശൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 140 കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കേണ്ടിയിരുന്ന പദ്ധതിയുടെ പുരോഗതി വർഷങ്ങൾക്കിപ്പുറവും ഇക്കാണുന്നതാണ്. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയെക്കുറിച്ച് പലരും പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ പാതിവഴിയിൽ നിലച്ച പദ്ധതി ഇന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഒരു വിഷയമല്ലാതായി മാറി. വിവിധ ഏജൻസികൾ നടത്തിവരുന്ന അന്വേഷണവും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിനൊപ്പം പുറത്തുവന്ന ലൈഫ് മിഷൻ അഴിമതിയും കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. എന്നാൽ ഫ്ളാറ്റുകളുടെ നിർമ്മാണം തുടരുന്നതിനോ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനോ ഒരു ഘട്ടത്തിലും കോടതിയുടെ വിലക്കുകൾ ഉണ്ടായിട്ടില്ല. 20 കോടി രൂപ കൊടുത്ത് വൻ അഴിമതി അതിൽ നടന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞ കാര്യമില്ല. എത്ര എമൗണ്ട് എന്നൊന്നും ഞാൻ വ്യക്തമാക്കാനില്ല, അതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഈ സംഭവം തടസ്സമുണ്ടാകുന്നത് തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ സ്വപ്ന സുരേഷ് വന്ന് അതിൻ്റെ ആവർത്തനവുമായി വന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ പ്രദേശത്ത് ഇത്രയും വലിയ വിവാദ ഭൂമിയിലാണ് ഈ ലൈഫ് കെട്ടിടം നിർമ്മിക്കുന്നത് എന്ന് നമുക്കന്ന് ആ കാലഘട്ടത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഗതി ഇവിടെ വരുന്നു, കലക്ടർ വരുന്നു, മറ്റു ഉദ്യോഗസ്ഥന്മാർ വരുന്നു, ബന്ധപ്പെട്ടവർക്ക് വരുന്നു പോണു. നഗരസഭയുടെ ആളുകൾ വളരെ അക്ഷീണം പ്രയത്നിച്ചിട്ട് അവരാണിത് കൊണ്ടുവരുന്നുള്ള രീതിയിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് വലിയൊരു മുതലെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ലിസ്റ്റ് പൂർണ്ണമല്ല. 144 ആൾക്ക് അന്നത്തെ ഇലക്ഷൻ കാലത്ത് 140 പേർക്ക് വീട് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. ആ വീട് ശരിയായിട്ടുണ്ട്, ആ ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയുന്നില്ല. വിവാദങ്ങൾക്കൊപ്പം നടന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ 2021 തന്നെ ഫ്ളാറ്റുകളുടെ ബലപരിശോധന നടത്തിയിരുന്നു. കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്ന പരിശോധനാ റിപ്പോർട്ടും അധികാരികൾക്ക് മുന്നിലുണ്ട്. മുടങ്ങിപ്പോയ പദ്ധതി പൂർത്തിയാക്കിയാൽ 140 കുടുംബങ്ങൾക്കും ഫ്ളാറ്റുകൾ കൈമാറാനാകും. ഇതിലൂടെ നിർമ്മാണത്തിനായി ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ പാഴാവാതെ തടയാനും സംസ്ഥാന സർക്കാരിനാകും. യഥാർത്ഥത്തിൽ ഈ പദ്ധതി നിലയ്ക്കേണ്ടതായി യാതൊരു സാഹചര്യവുമില്ല. UAE സർക്കാരിൻ്റെ ഫണ്ടില്ലെങ്കിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്ലാൻ ഫണ്ട് അതിനകത്ത് കിടക്കുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള CBI അന്വേഷണമാണെങ്കിലും വിജിലൻസ് അന്വേഷണമാണെങ്കിലും കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി യാതൊരു ബന്ധവും ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വഴിക്ക് നീങ്ങുന്നതാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണവും അല്ലെങ്കിൽ ഫോറിൻ റെഗുലേഷൻ ആക്ടിൻ്റെ ലംഘനവുമാണ് CBI അന്വേഷിക്കുന്നത്. പക്ഷേ കെട്ടിടം നിർമ്മിക്കാനായി യാതൊരു തടസ്സവുമില്ല. കെട്ടിടം നിർമ്മിക്കാൻ കഴിയാതിരിക്കുന്നത് അതിൻ്റെ നിയമപരമായ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ കേസിൽ പ്രതിയാകുന്നുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊന്നായിരുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളത്. ആ വാഗ്ദാനം നടപ്പിലാക്കാൻ കഴിയാതെ LDF സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പ്രളയത്തിലും പ്രകൃതി ദുരന്തത്തിലും വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റുകളെന്നായിരുന്നു LDF സർക്കാരിന്റെ പ്രഖ്യാപനം. പക്ഷേ 2018 മഹാപ്രളയം നടന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതിയുടെ പ്രയോജനം ആർക്കെങ്കിലും ലഭ്യമായോ എന്ന ചോദ്യത്തിന് മാത്രം സർക്കാരിനോ LDF നേതൃത്വത്തിനോ മറുപടിയില്ല. അഴിമതി ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ അന്വേഷണങ്ങളുമാണ് വടക്കാഞ്ചേരി ലൈഫ് ഭവന പദ്ധതിയുടെ മുന്നോട്ടു പോക്കിന് തടസ്സമായതെന്നാണ് വിശദീകരണം. എന്നാൽ കോടതി നടപടികളും അന്വേഷണങ്ങളും പദ്ധതിയുടെ ഒരു ഘട്ടത്തിലും തടസ്സമായില്ല എന്നതും യാഥാർത്ഥ്യമാണ്. എന്നിട്ടും 140 കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്ന ഈ പദ്ധതി എന്തുകൊണ്ട് പൂർത്തിയാക്കാനായില്ല എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.